അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ പോലും ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു US സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന്. മറ്റു ചിലർ പറയുന്നത് പണപ്പെരുപ്പം കുറയുകയും തൊഴിൽ വിപണി ശക്തമായി തുടരുകയും ചെയ്താൽ മാന്ദ്യം ഒഴിവാക്കാൻ സാധിക്കും എന്നാണ്. എന്തായാലും US സാമ്പത്തിക രംഗം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ്. ട്രംപിൻ്റെ താരിഫുകളും വിസ നിയന്ത്രണങ്ങളും US സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇലോൺ മസ്കിൻ്റെ പിന്മാറ്റം സാമ്പത്തിക രംഗത്ത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മസ്കിൻ്റെ തീരുമാനങ്ങൾ ഓഹരി വിപണിയിലും നിക്ഷേപങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതേസമയം അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതേസമയം പാഴായ ചെലവുകൾ കുറയ്ക്കാനുള്ള അവസരത്തിന് US പ്രസിഡന്റിന് നന്ദി പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കാര്യക്ഷമതാ വകുപ്പിൻ്റെ മേധാവി എന്ന നിലയിൽ തൻ്റെ കാലാവധി അവസാനിച്ചതായി എലോൺ മസ്ക്. ഇന്നലെ ട്രംപിനെതിരെ മസ്ക് ആദ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു. ട്രംപിൻ്റെ 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു മസ്ക്. തുടർന്ന് റിപ്പബ്ലിക്കൻ അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തോടൊപ്പം ട്രംപിനൊപ്പം നിന്നു. വിജയപ്രസംഗത്തിൽ ട്രംപ് മസ്കിനെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു. ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നാണ് അന്ന് മസ്കിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത്. അതേസമയം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടിക്കെതിരെ US വ്യാപാരി കോടതി രംഗത്ത്. ട്രംപിൻ്റെ നീക്കം അധികാര ദുർവിനിയോഗമാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. കൂടാതെ നികുതി ഏർപ്പെടുത്തിയ നടപടിയും തടഞ്ഞിട്ടുണ്ട്. വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന US-ലെ ഫെഡറൽ കോടതിയായ മാൻഹാട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതിയുടേതാണ് നടപടി. US പാർലമെന്റായ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ രാജ്യങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റിനില്ലെന്നും കോടതി വ്യക്തമാക്കി. 10 ദിവസത്തിനുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. US പ്രസിഡന്റിന് ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക അടിയന്തര പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന 1977 ഇന്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് രാജ്യങ്ങൾക്ക് നികുതി ചുമത്തിയത്. US-ന് വ്യാപാര കമ്മിയുണ്ടാകുന്നത് ദേശീയ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയത്തിലല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, ഈ നിയമം പ്രസിഡന്റിന് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നില്ലെന്നും കോടതി വിധിച്ചു. ഭരണഘടന അനുസരിച്ച് US പാർലമെന്റായ കോൺഗ്രസിന് മാത്രമേ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ. പ്രസിഡന്റിന് അധികാരത്തെ മറികടക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിലാണ് കോടതി ട്രംപിനെതിരായ വിധി പ്രഖ്യാപിച്ചത്. എന്നാൽ അധിക തീരുവയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേറ്റ തിരിച്ചടിക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ ഇടിവ്. രാജ്യാന്തര വിപണിയിലും കേരളത്തിലും സ്വർണ്ണവിലയിലാണ് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത്. അധിക തീരുവ അടിച്ചേൽപ്പിക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനം അധികാരപരിധി മറികടക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി US ഫെഡറൽ ട്രേഡ് കോടതി നീക്കം വിലക്കിയിരുന്നു. വിവിധ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഇറക്കുമതി തീരുവ അധികമായി ചുമത്തിയിരുന്നു. US കോൺഗ്രസിൻ്റെ പരിധിയിൽ വരുന്ന നടപടി പ്രസിഡന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അധികം ചുങ്കം കുറയ്ക്കണം എന്ന് വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തി വരവെയാണ് കോടതി വിധി വന്നിരിക്കുന്നത്. അതേസമയം ട്രംപിൻ്റെ അടുത്ത നീക്കം എന്താകുമെന്ന് നിരീക്ഷിക്കുകയാണ് വിപണി. ഫെഡറൽ വ്യാപാര കോടതിയുടെ വിധിക്കെതിരെ US ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചേക്കാമെന്നാണ് സൂചന. ട്രംപിനെതിരായ കോടതി നീക്കം വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തിലാണ്. ഡോളർ സൂചികയും കുതിക്കുകയാണ്. ഏറെ നാൾക്ക് ശേഷം ഡോളർ സൂചിക 100 കടന്നുവെന്നാണ് റിപ്പോർട്ട്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില 3288 നിന്ന് 3260 കുറഞ്ഞു. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ നേരിയ മാറ്റം പ്രതീക്ഷിക്കാം. അതേസമയം വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി കർശനമായ പ്രതിരോധം ഏർപ്പെടുത്താൻ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പദ്ധതി. നടപടികളുടെ ഭാഗമായി പുതിയ വിദ്യാർത്ഥി വിസ അപ്പോയിൻമെൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് നിർത്താൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകം എംബസികൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് നിയമം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും അവർക്ക് ഒരു ക്രിമിനൽ ഉദ്ദേശവുമില്ലെന്നും അവരുടെ താമസം എത്ര ചെറുതായാലും
ദീർഘമായാലും ഇവിടുത്തെ അനുഭവത്തിന് അവർ സംഭാവന നൽകുന്നവരായിരിക്കുമെന്നും ഉറപ്പാക്കുക എന്നതാണ് ഈ പ്രക്രിയയുടെ ലക്ഷ്യം. അതിനാൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഞാൻ വെളിപ്പെടുത്തില്ല. വിസ പരിശോധന പ്രക്രിയയുടെ കർശന സ്വഭാവം എടുത്തു കാണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് US സമഗ്രമായി വിലയിരുത്തുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. ഞങ്ങൾ തുടർന്നും പരിശോധിക്കും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയോ വിസ ആവശ്യമുള്ള വിനോദസഞ്ചാരിയോ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആരായാലും ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കും. ഇവിടെ വരുന്നത് ആരാണെന്ന് വിലയിരുത്താൻ ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ തുടർന്നും ഉപയോഗിക്കും, അവർ ആവർത്തിച്ചു പറഞ്ഞു. വിസ പ്രോസസ്സിംഗ് കൂടുതൽ കർശനമായതോടെ ട്രംപ് ഭരണകൂടം പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നാടുകടത്തുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം. വിദേശ വിദ്യാർത്ഥികൾ ക്ലാസുകൾ ഒഴിവാക്കുകയോ കോളേജുകളിലെ കോഴ്സുകൾ ഉപേക്ഷിക്കുകയോ ചെയ്താൽ അവരുടെ വിസ റദ്ദാക്കുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തങ്ങുന്നതിനും അനധികൃതമായി ജോലിയിൽ ഏർപ്പെടുന്നതിനും വിലക്കുണ്ട്. എന്നാൽ വ്ളാഡിമിർ പുടിനെ വിമർശിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ്. തീ കൊണ്ടാണ് പുടിൻ കളിക്കുന്നതെന്ന് ട്രംപ് വിമർശിച്ചതിന് പിന്നാലെയാണ് മെദ്വദേവിൻ്റെ പരാമർശം. എക്സിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. പുടിൻ തീ കൊണ്ടാണ് കളിക്കുന്നതെന്നും റഷ്യയ്ക്ക് മോശമായതാണ് സംഭവിക്കാൻ പോകുന്നുവെന്ന ട്രംപിൻ്റെ പരാമർശത്തിലാണ് താൻ മറുപടി നൽകുന്നത്. എനിക്ക് ഒരു മോശം കാര്യം മാത്രമേ അറിയൂ, അത് മൂന്നാം ലോക മഹായുദ്ധമാണ്. ഇത് ട്രംപിന് മനസ്സിലാകുമെന്നാണ് താൻ വിചാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുടിനെതിരെ ട്രംപ് പരസ്യമായി അതൃപ്തി അറിയിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ശീതയുദ്ധത്തിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം പുടിൻ തീ കൊണ്ടാണ് കളിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മോശം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യയ്ക്ക് സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ റഷ്യയ്ക്ക് സംഭവിച്ച മോശം കാര്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല. തനിക്ക് റഷ്യയുമായി നല്ല ബന്ധമാണ് നിലവിലുള്ളതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം കാനഡയ്ക്ക് വീണ്ടും പുതിയ വാഗ്ദാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം തീർത്തും സൗജന്യമായി കാനഡയ്ക്ക് നൽകാം എന്നാണ് വാഗ്ദാനം. എന്നാൽ അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഒരു വ്യവസ്ഥ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി മാറണം. എങ്കിൽ മാത്രമേ ഈ സൗജന്യം ലഭ്യമാകൂ. അതല്ലെങ്കിൽ ഗോൾഡൻ ഡോവിന് കാനഡ $61 മില്യൺ വിലയായി നൽകണം എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ കാനഡ ഗോൾഡൻ ഡോം സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ സംസ്ഥാനമായി മാറിയാൽ ഗോൾഡൻ ഡോമിന് വിലയായി $0 തന്നാൽ മതി എന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൻ്റെ വാഗ്ദാനം കാനഡ പരിഗണിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു. പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം 100% കൃത്യതയോടെ പ്രവർത്തിക്കുമെന്ന് ട്രംപ് വിശ്വാസം പ്രകടിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ നിലയിലാണ് മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുക എന്നും പതിവ് പോലെ അമേരിക്ക കാനഡയെ പരമാവധി സഹായിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാനഡയുടെ പ്രതിരോധത്തിനായി അമേരിക്ക വളരെയധികം പണം ചെലവിടേണ്ടി വരുന്നതിൽ നേരത്തെ ട്രംപ് പലതവണ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു.